ഇപ്പോൾ ഷാഫി പറമ്പിൽ മൗനം വെടിയുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് ഷാഫി അറിയിച്ചിരുന്നു. വടകരയിൽ തന്റെ മണ്ഡലത്തിലാണ് ഷാഫി എത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ എന്താണ് ഷാഫി പറമ്പിൽ പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. നാം നാളിതുവരെ നടത്തിയ നിരവധി ഇടപെടലുകളൊക്കെ നാം അനുസ്മരിക്കുന്നൊപ്പം തന്നെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐക്കാരും നേരത്തെ അവിടെ എത്തിയിരുന്നു. എന്താണ് ഷാഫി പറയുക എന്നത് പ്രധാനമാണ്. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കടത്തിൽ വി.ഡി. സതീശൻ ത്രയമാണ് കാര്യങ്ങൾ കോൺഗ്രസിൽ തീരുമാനിക്കുന്നതെന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിരുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതിലൊരാൾ ലൈംഗികാരോപണ കേസിൽ പെടുമ്പോൾ, കേസിലല്ല ലൈംഗികാരോപണങ്ങളിൽ പെടുമ്പോൾ എന്താണ് നേതാക്കൾക്ക് പറയാനുള്ളത്? വി.ഡി. സതീശൻ തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഷാഫി പറമ്പിൽ ഇത്ര ദിവസം ഒന്നും മിണ്ടിയിരുന്നില്ല. ഷാഫി ഇന്നലെ ബീഹാറിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയ്ക്കൊപ്പമായിരുന്നു ഇന്നലെ ഷാഫി. അഭിജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ വടകരയിൽ ഒരു ഉപവാസ സമരത്തിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എത്തിയിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ ഷാഫി മനസ്സ് തുറക്കുമെന്ന് കരുതാമോ? എന്താണ് ഈ പരിപാടി? വടകരയിൽ ഇപ്പോൾ നടക്കുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു ഉപവാസ സമരമാണ്. അതിവിടെയുള്ള വിവിധ സംഘടനകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഭാഗമായി ഇവിടേക്ക് ഷാഫി പറമ്പിൽ ഇത് അല്പസമയം മുൻപ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാധ്യമങ്ങളെ കാണാമെന്നുള്ളതാണ് ഷാഫി പറമ്പിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമാകും ഷാഫി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക, തന്റെ നിലപാട് വിശദീകരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. നേരത്തെ 10:30 വടകരയിൽ എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത്. നിലവിൽ ഇപ്പോൾ 11 മണി പിന്നിട്ടിരിക്കുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം മാത്രം, അതായത് ഈ പരിപാടിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ എം പിയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക, സംസാരിക്കുക. നിലവിൽ ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഷാഫി പറമ്പിലിനെ ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് ഷാഫി പറയുക? പ്രസംഗം തുടങ്ങുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്കുത്തരം ഷാഫി അല്പസമയത്തിനകം നൽകും. അതിനു മുമ്പ് ഈ പ്രസംഗത്തിൽ തന്റെ നിലപാടിന്റെ സൂചനകൾ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. വി.ഡി. സതീശൻ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ശക്തമായ നിലപാടെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും മോശം പരാമർശമുണ്ടാകില്ല. അങ്ങനെ ഒന്നും ഉണ്ടായാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് അല്പം മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ആദ്യ നടപടിയായി മാത്രം കണ്ടാൽ മതി എന്ന സൂചനയും നേരത്തെ വി.ഡി. സതീശൻ നൽകി. പരാതികൾ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കുമെന്നാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. എം.എൽ.എ. സ്ഥാനം രാഹുൽ മാങ്കുട്ടത്തിൽ രാജിവെക്കണം എന്ന അഭിപ്രായക്കാരനാണ് വി.ഡി. സതീശൻ എന്ന സൂചനകളുണ്ട്. അങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണെങ്കിൽ അത് പൂർണ്ണമായും പാർട്ടി ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാകുമോ? ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ ഒരു തിരുത്തൽ ഞങ്ങൾ പാർട്ടിയിൽ നടത്തിയിരിക്കുന്നു എന്ന ശക്തമായ സന്ദേശം പൊതുസമൂഹത്തിന് നൽകാനാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. രാജി ഒരു വലിയ ഉത്തരമാകും. അങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകുമോ എന്നാണ് അറിയേണ്ടത്. പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കുട്ടത്തിലെ വിജയിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ്. ഷാഫി നിർദ്ദേശിച്ച പേരായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ. ആ നിലയ്ക്ക് ഷാഫിയും ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെയുള്ള മറുപടി ഷാഫി പറമ്പിൽ ഇപ്പോൾ നൽകുമോ എന്നാണ് അറിയേണ്ടത്. ഷാഫിയുടെ പ്രസംഗം തുടങ്ങുമ്പോൾ അതിലേക്ക് വരാം. നോബിൾ മാരിക്കാരനുമുണ്ട് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. നോബിൾ, ഷാഫി പറമ്പിൽ ഇപ്പോൾ മൗനം വെടിയാൻ പോവുകയാണ്. കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ വി.ഡി. സതീശന് രാഹുൽ മാങ്കുട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന അഭിപ്രായത്തിലേക്ക് എത്തി എന്നുള്ള സൂചനകൾ ഒരു വശത്ത് നിന്ന് കിട്ടുന്നു. എന്താണ് കെ.സി. വേണുഗോപാൽ ഇതിലെടുക്കുന്ന നിലപാട്? രാജിവെക്കേണ്ടതില്ല എന്നുള്ള പ്രതികരണമാണ് ഇന്നലെ, പ്രതികരണമായിട്ടല്ല വിവരമായിട്ട് ഇന്നലെ പുറത്തു വന്നത്. പക്ഷേ പിന്നെയും ആരോപണങ്ങൾ വരുന്നു, ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ
ഇത് വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പാർട്ടിയെ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു തിരുത്തൽ നടപടി വേണ്ടതുണ്ട്. സ്മൃതി, വലിയ പ്രതിസന്ധിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ കോൺഗ്രസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വലിയ തരത്തിൽ നേതാക്കൾ രണ്ട് തട്ടിലായി നിന്നുകൊണ്ട് ഓരോ പരാതികൾ നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ആരാകണം എന്ന തർക്കം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിലവിൽ മറ്റൊരു തർക്കം കൂടി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം കൂടി ഒഴിയണം എന്ന ആവശ്യം ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ നേതാക്കൾ ഈ ആവശ്യം ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം കീഴ്വഴക്കങ്ങളോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സമാന ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവെക്കാതിരുന്ന സാഹചര്യമോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് രാജിയിൽ നിന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത്. പാർട്ടി ഏറെ പ്രതീക്ഷയോടെ 2 തവണ മത്സരിച്ചെങ്കിലും പ്രത്യേകിച്ച് 2 തവണ അധികാരം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ഈ തവണയെങ്കിലും അധികാരത്തിലേക്ക് വരാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ ധാർമ്മികത മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാടെടുത്തില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് കൃത്യമായി തന്നെ നേതാക്കൾക്ക് വിവരമുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം നേതാക്കൾ നേരിട്ട് രാഹുൽ ഗാന്ധിയിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ്. പല ഘട്ടങ്ങളിലും കേരള രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒന്നെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ ദീപാദാസ് മുൻഷി എന്തായിരുന്നു നേതാക്കൾ എടുത്തിരുന്ന അല്ലെങ്കിൽ നേതാക്കൾ സ്വീകരിച്ചിരുന്ന ഒരു ഫോർമുല. പക്ഷേ ആ ഫോർമുലയ്ക്ക് അപ്പുറം കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ നേതാക്കളുടെ താല്പര്യങ്ങളും പല ഘട്ടങ്ങളിലും പരാതിക്കാരുടെ താല്പര്യത്തിൽ ഒട്ടും അനുസരിച്ചല്ല അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലേക്കല്ല പോകുന്നത്. അവർ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നടക്കമുള്ള വിമർശനങ്ങളും നേതാക്കൾക്കുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് എല്ലാവരും രാഹുൽ ഗാന്ധി എന്ന പ്രധാന പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. അത്തരത്തിൽ നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഉണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ചില വിഷയങ്ങൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പരാതികൾ എത്തിയിട്ട് അതിന് പിന്നാലെ ഇപ്പോൾ MLA സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കണമെന്ന ആവശ്യമാണ് സജീവമായി തന്നെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഒരു വിഭാഗം ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ പ്രകോപനത്തിന് ചില കാരണങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സ്നേഹ അടക്കമുള്ള ആളുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെടുത്ത നിലപാടിന് പിന്നാലെ വലിയ സൈബർ ആക്രമണം, അതോടൊപ്പം വലിയ തരത്തിലുള്ള മറ്റ് ആക്രമണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. സ്വാഭാവികമായും അതുമൊക്കെ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചന എന്താണെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഒരു വലിയ ഗ്രൂപ്പ് തർക്കത്തിലേക്കും അതോ വലിയ പ്രതിസന്ധിയിലേക്കും പോകുന്ന ഒരു പക്ഷേ നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നൊരു വലിയ നിലപാടിലേക്ക് പോയാൽ പാർട്ടിക്ക് ഒരു MLA സ്ഥാനം രാജിവെക്കുന്ന ഒരു വലിയ വില കൊടുക്കേണ്ട തീരുമാനത്തിലേക്ക് പോകുമ്പോഴും വലിയ ഗുണം ചെയ്യും അത് കോൺഗ്രസിന് എന്നുള്ള വിലയിരുത്തലുമുണ്ട്. ഇപ്പോൾ